പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നു, എൻ്റെ വചനം നിറവേറ്റാൻ ആ വചനത്തിൽ ഞാൻ ജാഗ്രതയുള്ളവനാണ്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഓരോ വചനങ്ങളും നിറവേറ്റാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവിടുന്ന് പറയുന്നു, എൻ്റെ വചനം നിറവേറ്റാൻ ആ വചനത്തിൽ ഞാൻ ജാഗ്രതയുള്ളവനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അരുൾ ചെയ്ത അനുഗ്രഹ വചനങ്ങൾ നിറവേറാൻ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. സ്നേഹമുള്ളവരെ, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാത്തിടത്ത് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, സുന്ദര കവാടം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ദേവാലയത്തിന്റെ പടിവാതിലിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മുടന്തനോട് പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിൽ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. വിശ്വാസത്തോടെ യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ചാൽ ആ മുടന്തൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പത്രോസ് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുടന്തന്റെ പാദങ്ങൾ ബലപ്പെട്ടു, അവന്റെ കണം കാലുകൾ ബലം പ്രാപിച്ചു. അവൻ കുതിച്ചു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണമെങ്കിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളിലും യേശു ഇടപെടും. നമ്മൾ വിശ്വാസത്താൽ പറയണം, ഞാൻ യേശുവിന്റെ അനുഗ്രഹ വചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നു, ഞാൻ അത് പ്രതീക്ഷിക്കുന്നു. എന്റെ കുടുംബത്തിൽ, എന്റെ ആത്മീയ മേഖലകളിൽ, ജോലി മേഖലകളിൽ കർത്താവിന്റെ വചനം 100 മേനി ഫലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ വചനം എന്റെ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞാൻ വിശ്വാസത്തോടെ അങ്ങയോടൊപ്പം എന്നും മുന്നേറും. നമുക്ക് പറയാം, എന്റെ ബലഹീനതയിൽ ബലം നൽകുന്ന ബലവാനായ ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, എന്റെ കൂടെയുള്ള ഉന്നതനായ ദൈവം. അഗ്നിയുടെ മധ്യത്തിൽ നിന്നും മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് നമുക്ക് പാടാം. അവിടുത്തോട് പറയാം, കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേലിപ്പോൾ ചൊരിയണമേ. അങ്ങയുടെ തിരുവചന പ്രകാരം വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും അത് നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന് പറഞ്ഞ തിരുവചന പ്രകാരം എൻ്റെ കർത്താവേ, അങ്ങയുടെ കൃപ എന്നിലേക്ക് ചൊരിയണമേ. Say
മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. നിന്റെ കഷ്ടതയിൽ രക്ഷിക്കുവാനെത്തുന്ന ഒരു നല്ല ദൈവത്തെ ചേർന്ന് നമുക്ക് പാടാം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി വീണ്ടെടുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. തളർന്നു പോകാതെ അവൻ ഓടും. ആ തിരുവചനം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് പാടാം. ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.